ഇനി ഫസ്റ്റ് ബെഞ്ചേഴ്സും ഇല്ല, ലാസ്റ്റ് ബെഞ്ചേഴ്സും ഇല്ല, എല്ലാവരും സമന്മാരാണ്. ക്ലാസ് റൂമുകളിൽ യു ആകൃതിയിൽ ഇരിപ്പിടം പരിഷ്കരിക്കുകയാണ് വിദ്യാലയങ്ങൾ. അതെ, OTT റിലീസിന് പിന്നാലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ ഏറ്റെടുക്കുകയാണ് കേരളത്തിലെയും സ്കൂളുകൾ. സിനിമ മുന്നോട്ട് വെച്ച ഒരു ചെറിയ ആശയം ഇത്രയും വലിയ സ്വീകാര്യത നേടുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സിനിമയുൾപ്പെടെയുള്ള കലാസൃഷ്ടികൾക്കാകുമെന്ന് ഒരിക്കൽ കൂടി ചലച്ചിത്ര മേഖല തെളിയിച്ചു. തമിഴ്നാട് സർക്കാരും സംസ്ഥാനത്തെ എല്ലാ മിഡിൽ സ്കൂളുകളെയും യു ആകൃതിയിലുള്ള ലേഔട്ടിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പഞ്ചാബിലെ സ്കൂളും ഈ ആശയം പിന്തുടരാനുള്ള ആലോചനയിലാണ്. ഈ പുത്തൻ പരിഷ്കാരത്തെ സ്വാഗതം ചെയ്യുകയാണ് അധ്യാപകരും. ഏറ്റവും വലിയ കാര്യം, ഇവിടെ ഫസ്റ്റ് ബെഞ്ചേഴ്സ് ലാസ്റ്റ് ബെഞ്ചേഴ്സും ഇല്ല, ഓൾ ആർ ഈക്വൽ. ഞങ്ങൾക്ക് എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുവാനും എല്ലാ കുട്ടികൾക്കും ഒരേ സമയം അറ്റൻഷൻ കൊടുക്കാനും അവരെ പരിഗണിക്കാനും എല്ലാം കഴിയുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ ഞങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വളരെ കംഫർട്ടബിളാണ്. ട്രഡീഷണൽ സിസ്റ്റവും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ആണെങ്കിൽ ഫസ്റ്റ് ബെഞ്ചേഴ്സ് ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്നൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈക്വലാണ്. എല്ലാവർക്കും ഈക്വൽ കൺസിഡറേഷൻ ടു എവരി വൺ. ശ്രദ്ധ എത്തുന്നുണ്ട്, എല്ലാ കുട്ടികളിലേക്കും ഒരേ സമയം ശ്രദ്ധ എത്തുന്നുണ്ട്. ക്ലാസ് റൂമിൽ തന്നെ ഇപ്പം എന്തെങ്കിലും ഐഡിയാസ് കൺവേ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് മൊത്തം നടന്ന് പറയാനും എല്ലാ കുട്ടികളുടെയും അറ്റൻഷൻ ഞങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും കഴിയുന്നുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന മലയാളം സിനിമയിലെ ഒരു രംഗത്തിൽ നിന്നാണ് ഈ ആശയത്തിന്റെ ഉത്ഭവം. ബാക്ക് ബെഞ്ചറായി അപമാനിക്കപ്പെട്ടതിനു ശേഷം 7ാം ക്ലാസ് വിദ്യാർത്ഥി ഈ സജ്ജീകരണം നിർദ്ദേശിക്കുകയായിരുന്നു. സ്കൂളിൽ അത് സ്വീകരിച്ചതിലും ദേശീയ ശ്രദ്ധ നേടിയതിലും സന്തോഷമുണ്ടെന്ന് സിനിമയുടെ സംവിധായകൻ വിനീഷ് വിശ്വനാഥൻ പറയുന്നു. അത് അവിടെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണ്, ഒരു അധ്യാപകൻ മലയാളിയുണ്ട്. അപ്പോൾ അദ്ദേഹം OTT റിലീസിന് ശേഷം പടം കണ്ടു, അത് സ്കൂളിൽ കുട്ടികളെ കാണിച്ചു കൊടുത്തു, സബ് ടൈറ്റിൽ ഉൾപ്പെടെ. അങ്ങനെ ഈ ഒരു സ്കൂളിൻ്റെ ഒരു കൂട്ടായ തീരുമാനമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത്. ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ചിന്തയിൽ നമ്മളെല്ലാവരും ഒന്നായിരിക്കണം എന്നുള്ളൊരു സാധനം ആണെന്ന് ഞങ്ങൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും കുട്ടിത്തമുള്ളൊരു ഐഡിയ ആണത്. പക്ഷെ ആ ഒരു കുട്ടിയുടെ ഐഡിയ ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഫോളോ ചെയ്യുന്നതിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഒരു വൈഡ് അറ്റൻഷൻ അതിൽ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വർഷം മുമ്പേ ഈ ആശയം നടപ്പിലാക്കി വിജയിച്ച ഒരു സ്കൂൾ ഇവിടെ കേരളത്തിൽ തന്നെയുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൊല്ലം ജില്ലയിലെ രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു വർഷം മുമ്പേ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ പ്രിവ്യൂ കാണാനിടയായ മന്ത്രി യു ആകൃതിയിലുള്ള സിറ്റിംഗിനെ കുറിച്ച് അധ്യാപകരുമായി ചർച്ച ചെയ്യുകയും സ്കൂളിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തു. ക്ലാസ് മുറികളിലെ പരമ്പരാഗത ഇരിപ്പിടം രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിൽ സാധാരണമാണെങ്കിലും ഈ പുതിയ മാതൃക അധ്യാപകരുമായുള്ള മികച്ച ഇടപെടലിനെയും സജീവമായ വിദ്യാർത്ഥി പങ്കാളിത്തത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. എന്തുതന്നെയായാലും ഈ ആശയം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരേപോലെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബാക്ക് ബെഞ്ചേഴ്സിനും മിഡിൽ ബെഞ്ചേഴ്സിനും ഇതിൽ എന്തൊക്കെയായിരിക്കും പരിഭവങ്ങളും പരാതികളും പറയാനുള്ളതെന്ന് വൈകാതെ കേൾക്കാം.